ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 11-ാം അധ്യായത്തിൽ യിഫ്താഹ് എന്ന് പറയുന്ന മനുഷ്യൻ യുദ്ധം ചെയ്ത് അമ്മോന്യരെ തോൽപ്പിക്കുകയും ദൈവം തന്നോട് കൂടിയിരുന്ന ആ യുദ്ധത്തിൽ ജയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നേർച്ച നേർന്നു. യുദ്ധം ജയിച്ച് ഞാൻ ചെല്ലുമ്പോൾ ആദ്യം എന്നെ എതിർക്കുന്നവരാരാണോ അവരെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കും. തൻ്റെ ഏക മകൾ തന്നെ എതിരേൽക്കുകയും അവൾ ബലിയായി തീരുകയും ചെയ്യുന്ന സാഹചര്യം നമ്മളവിടെ കണ്ടു. യിഫ്താഹ് താൻ ദൈവസ്ഥന ചെയ്തതായ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുന്നില്ല. തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന മകൾ ആവശ്യപ്പെടുന്നുമില്ല. നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങണമെന്നല്ലാതെ ക്രൂശുമരണത്തിൽ നിന്ന് ഒഴിവാകാൻ കർത്താവും ശ്രമിച്ചില്ല. അബ്രാഹാമും ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുമ്പോൾ അപ്രകാരം ചെയ്തുവെന്ന് ഇസ്ഹാക്കും അവിടെ കുതറിയതായോ യാഗമാകുവാൻ മടിക്കുകയോ ചെയ്തതായി നമ്മൾ കാണുന്നില്ല. ദൈവം മറ്റൊരു ക്രമീകരണം ചെയ്ത് ഇസ്ഹാക്ക് അവിടെ രക്ഷപ്പെട്ടു. നമ്മുടെ കർത്താവും ക്രൂശിൽ മരിക്കേണ്ടി വന്നെങ്കിലും പുനരുത്ഥാനം ചെയ്തു. ഈ 12-ാം അധ്യായത്തിൽ യിഫ്താഹ് ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഒക്കെയും സംരക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എബ്രയീം ഗോത്രക്കാർ വന്ന യിഫ്താഹിനോട് കലഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അമ്മോന്യരുമായി യുദ്ധത്തിന് പോകാൻ നേരം നീ എന്തുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ചില്ല? അവർ യോർദാന് കിഴക്ക് വശത്ത് താമസിക്കുന്നവരാണ്, 2 ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. പക്ഷേ യിഫ്താഹ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അവരുമായി യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ പ്രതിസന്ധിയിലായപ്പോൾ നിങ്ങളെ ഞാൻ വിളിച്ചതാണ്, പക്ഷേ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല. എന്നാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തി അത് കയ്യിലെടുത്ത് അവരോട് യുദ്ധം ചെയ്തു, അവരെ ഞാൻ തോൽപ്പിച്ചു. ഇപ്പോഴും എക്കാലവുമുള്ള മനുഷ്യരുടെ മനോഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആരെങ്കിലുമൊക്കെ അധ്വാനിച്ച് അവരുടെ പ്രവൃത്തിഫലമായി ഫലമുണ്ടാകുമ്പോൾ അതിന് അവകാശം പറയുവാൻ ധാരാളം ആളുകൾ വന്നേക്കാം. പരിശുദ്ധ സഭയെ നമ്മൾ കാണുമ്പോഴും ഇപ്രകാരമുള്ള ഒരു അവസ്ഥ പരിശുദ്ധ സഭയ്ക്കുമുണ്ട്. സഭയുടെ പ്രാരംഭ നാളുകളിൽ ഒരുപാട് പീഡകളിലൂടെ വേദനകളിലൂടെയൊക്കെ പരിശുദ്ധ സഭ കടന്നുപോയി. ധാരാളം രക്തസാക്ഷികൾ ആ കാലങ്ങളിൽ സഭയ്ക്ക് വേണ്ടി ഉണ്ടാവേണ്ട സാഹചര്യമുണ്ടായി. അപ്രകാരം ജീവൻ വെടിഞ്ഞും പീഡകൾ സഹിച്ചും സഭയെ ഒക്കെ പൂർവ്വപിതാക്കന്മാർ ഇത് കെട്ടിപ്പടുത്തു. നമ്മൾ പാടുന്നത് പോലെ ലോകം ധാതു സഹോദര ജാതി തറവാടെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറായി. എന്നാൽ ഇന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന നമ്മളാണ്. ഇന്നത്തെ നേതൃത്വത്തിലുള്ള പലരുടെയും മനോഭാവം ഏത് സഭയിലായാലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ സഭയെ കെട്ടിപ്പടുത്തതുപോലെയുള്ള രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. പൂർണ്ണമായ സമർപ്പണത്തോടെ ഉണ്ടായിരുന്ന സ്വത്തുകൾ കൂടി ലോകത്തിന് നൽകി, സമൂഹത്തിന് നൽകി രാഷ്ട്രീയ സേവനം ചെയ്തവരുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം ഞങ്ങളാണതൊക്കെ നേടിയെടുത്തെന്നുള്ള മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പൈശാചികമായൊരു മനോഭാവമാണ്. യിഫ്താഹിനോട് ഇങ്ങനെ എബ്രയീമർ വന്ന് കലഹിച്ചപ്പോൾ ഗിലിയാദിലുള്ള മറ്റ് യഹൂദന്മാരെല്ലാം കൂടി ഒന്നിച്ചുകൂടി എബ്രയീമിനോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം സത്യത്തിന് നിരക്കാത്ത കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അത് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെ എബ്രയീമിനെ അത് തോൽപ്പിച്ചു. അവരവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടതായ ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട്.
ഏകദേശം 47,000 എബ്രഹീമിലെ ആ തോടിൻ്റെ ആറ്റരികത്ത് വെച്ച് ഇത് വധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ എബ്രഹീമിനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന അവരുടെ ഭാഷയിൽ നിന്നാണ്, അവരുടെ സംസാരത്തിൽ നിന്നാണ്. ഷിബോലോത്ത്, സിബോലോത്ത് അത് പറയും. അത് പറയുമ്പോൾ വാക്ക് തെറ്റിച്ചാണ് പറയുന്നതെങ്കിൽ എബ്രഹീമിനെന്ന് മനസ്സിലാക്കുകയും അവനെ വധിക്കുകയും ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഇന്നും കേരളത്തിൽ തൃശ്ശൂർ ഭാഗത്തും ട്രിവാൻഡ്രം ഭാഗത്തും ഒക്കെ താമസിക്കുന്നവരുള്ള ഭാഷയിലെ ആ സംസാര രീതിയിൽ വ്യത്യാസമുണ്ട്. ഭാഷ ഒന്നാണെങ്കിലും ഉച്ചാരണ രീതിയിലും അതിൻ്റെ സ്ലാങ് ഒക്കെ വളരെ വ്യത്യസ്തമാണല്ലോ. അതുപോലെയാണ് ഇവിടെയും അവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ എബ്രഹീമിൽ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇബ്സാൻ എന്ന് പറയുന്ന ഒരു ബേദലഹീയംകാരൻ പിന്നെ ന്യായാധിപനാകുന്നു, ന്യായപാലനം നടത്തുന്നു. 11-ാം വാക്യം മുതൽ ഏലോൻ എന്ന് പറയുന്ന ഒരു സെബൂലൻ ഗോത്രക്കാരൻ പിന്നെ ന്യായാധിപനാകുന്നു. 13-ാം വാക്യം വരുമ്പോൾ അബ്ദോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 8 വർഷം ന്യായപാലനം ചെയ്തതായി നമ്മൾ കാണുന്നു. അങ്ങനെ യോശുവായ്ക്ക് ശേഷം ധാരാളം ആളുകൾ കാലാകാലങ്ങൾ എഴുന്നേറ്റ് ഇസ്രായേൽ ജനത്തെ ന്യായപാലനം നടത്തുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ യോശുവായെ പോലെയോ മോശയെ പോലെയോ ഒരാളെ ഇതുവരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുമില്ല. വിശുദ്ധ ബൈബിളിലെ കർത്താവിൻ്റെ സ്ത്രീഹന്മാരെ പോലെയോ പൗലോസ്ലീഹായെ പോലെയോ ഒരാളെ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്കെല്ലാ അനുകൂല സാഹചര്യങ്ങളുമുണ്ട്. അപ്പോഴും അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ മനുഷ്യൻ വടം വലിക്കുന്നതായ ഒരു സാഹചര്യം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആദിമ സഭയിലെ എങ്ങനെ സഭയ്ക്ക് വേണ്ടി പിതാക്കന്മാർ ത്യാഗം സഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും അപ്രകാരം നമുക്ക് പ്രതികരിക്കുവാൻ സാധിക്കുകയില്ല. അധികാരം, സമ്പത്ത് ഇതൊക്കെ പൈശാചികമായ പ്രലോഭനങ്ങളാണ്. എല്ലാവരും നേതൃത്വ സ്ഥാനത്തേക്ക് വേണ്ടി വരുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ആദിമ സഭയിലെ മനുഷ്യർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സഭയിൽ അംഗത്വം സ്വീകരിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം എപ്പോഴും ത്യാഗപൂർവമായ ഒരു ജീവിതത്തെയും മനോഭാവത്തെയുമാണ് ദൈവത്തിന് പ്രീതികരം. ആ രീതിയിൽ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.